നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം 5ാമത്തെ നിപ്പ ഔട്ട്ബ്രേക്ക് വന്നു കഴിഞ്ഞു. നിപ്പ അസുഖം. നിപ്പയുടെ പ്രത്യേകത കോവിഡ് പോലെ അല്ല. കോവിഡ് വന്നാലും നമ്മൾ ജീവിച്ചെന്ന് വരും. പക്ഷെ നിപ്പയ്ക്ക് മരുന്നൊന്നുമില്ല. നിപ്പ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ നിപ്പ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസർവാറായിട്ട് വർക്ക് ചെയ്യുന്നത് വവ്വാലുകളാണ്. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ്. പഴം തിന്നുന്ന വവ്വാലുകൾ, നല്ല വലുപ്പമുള്ള വവ്വാലുകളാണ്. വവ്വാലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സസ്തനികളാണ്, പറക്കുന്ന സസ്തനികളാണ്, വാം ബ്ലഡിലാണ്, ചൂടുള്ള രക്തമുള്ള, മനുഷ്യ പോലെ തന്നെ ചൂടുള്ള രക്തമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം മെറ്റീരിയൽസ് ഉണ്ട് അത് ഫിസിയോളജിക്കൽ പ്രോസസ്സിലൂടെ. അതുകൊണ്ട് തന്നെ വവ്വാലുകളാണ് ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസിനെ ശരീരത്തിൽ സൂക്ഷിക്കുന്ന ജീവികൾ. അവരവിടുന്ന് ധാരാളം വൈറസുകൾ, ബാറ്റ്സിൻ്റെ ഉള്ളിലുള്ള അത്രയും മൈക്രോബ്സ് വേറെ ഒരു ജീവിയെ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറസാണ് നിപ്പ വൈറസ്. ഇത് മനുഷ്യരിലേക്ക് ജമ്പ് ചെയ്യാം. ഇതെന്തിനാണ് മനുഷ്യരിലേക്ക് ജമ്പ് ചെയ്യുന്നത്? എപ്പോഴാണ് ജമ്പ് ചെയ്യുന്നത്? ജമ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം ക്ഷയിക്കപ്പെടാണ്. നമ്മൾ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെക്കുന്നുണ്ട്. എന്തിനാ പഞ്ഞി വെക്കുന്നത്? പിന്നെ ഞാൻ രണ്ടാമത് ശ്വാസം കഴിച്ച് ജീവൻ വെക്കാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല. വച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിനുള്ളിലുള്ള ജീവികൾക്ക് മനസ്സിലാവും ശരീരത്തിൻ്റെ ചൂട് കുറയുകയാണ്, മരിച്ചു. അവരെത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കും. ആ രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകൾ മൂക്കിലൂടെ പുറത്ത് വരുന്നത് വളരെ മോശമായിട്ടൊരു കാഴ്ച ആയതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂക്കിൽ പഞ്ഞി വയ്ക്കുക. സംഭവിക്കുന്നത് വെച്ചാൽ വവ്വാലുകളെ സംബന്ധിച്ച് ഈ വവ്വാലുകൾ ഒരിക്കലും കാട്ടിൽ ജീവിക്കുന്ന വവ്വാലുകളല്ല. അവർ നാട്ടിൽ മാത്രം ജീവിക്കുന്നു. ഇതുവരെ നമുക്ക് ഫോറസ്റ്റിനകത്ത് ആ വവ്വാലുകളെ കാണാൻ പറ്റിയിട്ടേ ഇല്ല. ഒരു നാട്ടിലാണ് ജീവിക്കുക. നാട്ടിലെവിടെയാണ് ജീവിക്കുക? വലിയ മരങ്ങളുടെ മുകളിലാണ് അവർ പകല് മുഴുവൻ ഇരിക്കുക. സർപ്പക്കാവുകൾ, റോഡ് സൈഡിലുള്ള വലിയ മരങ്ങൾ. പക്ഷികളും വവ്വാലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷിയെ സംബന്ധിച്ചൊരു മരത്തിൻ്റെ കൊമ്പാണെങ്കിൽ അവിടെ നിന്ന് പക്ഷിക്ക് നേരെ മുകളിലേക്ക് പറന്നു പോകാൻ പറ്റും. വവ്വാൽ താഴേക്ക് തൂങ്ങിക്കിടക്കാൻ ചെയ്യും. അവരെ സംബന്ധിച്ച് പറക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ പിടിവിട്ട് താഴേക്ക് വീണിട്ട് വേണം പറന്നു പോകാൻ. അപ്പോൾ അവരെപ്പോഴും പ്രിഫർ ചെയ്യുക നല്ല ഉയരുള്ള മരങ്ങളാണ്. കേരളത്തിൽ റോഡ് സൈഡിലുള്ള മുഴുവൻ വലിയ മരങ്ങൾ നമ്മൾ മുറിച്ചു കഴിഞ്ഞു. അവിടെ ജീവിച്ചിരുന്ന വവ്വാലുകളെ എങ്ങോട്ടാണ് പോകാം? അവർ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. അവർ പൊക്കം കുറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്. അവിടെ വരുമ്പോൾ ഒരു സ്ഥലത്തുള്ള വവ്വാലുകൾ മാത്രമല്ല, പല സ്ഥലത്തുള്ള വവ്വാലുകൾ വളരെ ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകും. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവം? അതിൽ ഏറ്റവും വീക്കായിട്ടുള്ളവരുടെ ആരോഗ്യം മോശമാവും. അങ്ങനെ ആരോഗ്യം മോശമാവുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള പാരസൈറ്റ്സ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കും. ആ സമയത്താണ് വൈറസുകൾ പുറത്തേക്ക് ജമ്പ് ചെയ്യുക. അങ്ങനെയാണ് മനുഷ്യരിലേക്ക് അത് വരിക. വേറെ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ട്, മനുഷ്യർക്ക് മാത്രമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റില്ല, അസുഖമില്ലാതിരിക്കാൻ പറ്റില്ല. നമുക്ക് സുഖമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ജീവജാലങ്ങളും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കും കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വേണ്ടത്? നേരത്തെ സാർ ചോദിച്ച പോലെ നമുക്ക് ഈ ഹാബിറ്റാറ്റ്സ് നിലനിർത്താൻ പറ്റണം. വലിയ മരങ്ങൾ ധാരാളം വേണം. വലിയ മരം വെട്ടിക്കളഞ്ഞിട്ട് പകരം 10 ചെറിയ തൈ നട്ടിട്ട് കാര്യമില്ല. കാരണം അത് വലിയ മരം തന്നിരുന്ന പാരിസ്ഥിതിക സേവനങ്ങളിൽ അത്ര തന്നെ സേവനങ്ങൾ തരാനാവണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ആവശ്യമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല. ഓരോ വകുപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയും അവർ നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ PWDയെ സംബന്ധിച്ചിട്ട് നിപ്പ ഔട്ട്ബ്രേക്കുമായിട്ട് PWDക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ വിചാരിക്കും. പക്ഷെ സത്യത്തിൽ അതിനെ ട്രിഗർ ചെയ്യുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ലിങ്കേജസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ചാനൽ വെട്ടിയുണ്ടാക്കി വെള്ളം കൂടി തന്നെ ചെയ്യാതെ കുഴിക്കളയാന്നുള്ളതാണ്. അപ്പൊ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ സിലിണ്ടർ പോലുള്ള സാധനങ്ങൾ ഇത്തരത്തിലുള്ള ചാനൽ വെട്ടി ഒഴിക്കാൻ പോലും അത് പോവില്ലല്ലോ. അതെങ്ങനെ മറികടക്കാൻ പറ്റും? ഈ ഒരു വയനാട് നിന്ന് പുറത്തൊരു സാധനം ഭാവി ഉണ്ടാകുമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ മഴ പെയ്യുന്നതിന് എങ്ങനെ ഒരു മാർഗം എന്തുണ്ടായിരുന്നു മറികടക്കാൻ? വയനാട് സംബന്ധിച്ചൊരു കാര്യം, ആ പ്രദേശം മുഴുവൻ തന്നെ അപകട സാധ്യതയുള്ള സ്ഥലമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അവിടെയുള്ള പല കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ഒരു സ്കീം തയ്യാറാക്കി കൊടുത്തു. അവർക്ക് വേറെ വീട് അപ്പുറത്തുണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പല ആളുകളെ സംബന്ധിച്ചിട്ടും അവർക്ക് കിട്ടിയ വീട്
അവർ വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ പോയി താമസിച്ചു. ഈ പ്രാവശ്യം മരിച്ചുപോയ ഒത്തിരി മനുഷ്യരിൽ അങ്ങനെ മരണപ്പെട്ടവരാണ്. നമുക്ക് പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഒരു ആഘാതത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും വലിയ പിടിയുണ്ടായില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വീടുകളിലേക്ക് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറണം, നിങ്ങൾ വീട് മുങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ധാരാളം മനുഷ്യരും മാറാൻ തയ്യാറായിട്ടേ ഇല്ല. അതുപോലെ എൻ്റെ വീട് മുങ്ങി, ഒരു സാധ്യതയില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസം അവിടെ തന്നെ ജീവിച്ചിട്ടുണ്ട്. അവിടെ വെള്ളം കയറി 1ാം നില മുങ്ങി 2ാം നില എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് ദ റിയാലിറ്റി എന്ന് മനസ്സിലാവുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടു ആളുകൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഹെലികോപ്റ്റർ വരെ ഉപയോഗിക്കേണ്ടി വന്നു. കേരളത്തിൽ വീട് വെക്കുക എന്നുള്ളത് ഗംഭീര ഒരു എൻ്റർപ്രൈസ് ആയതുകൊണ്ട് വലിയ വീട്, അതിന് ചുറ്റും വലിയ മതിലിൻ്റെ മുകളിൽ മറ്റേ ശൂലം പോലെയുള്ള കമ്പിയൊക്കെ കുത്തി വെച്ച് കാരണം പല ബോട്ടിന് അങ്ങോട്ട് കയറാൻ പോലും പറ്റിയില്ല. റബ്ബർ ബോട്ടിലൊക്കെ പോയവർ ഈ കമ്പി കുത്തിയിട്ട് ബോട്ട് തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. നമ്മൾ അത്രമാത്രം പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീടുകളൊക്കെ നിർത്തിയത്. പക്ഷേ അതിനകത്ത് വെള്ളം പൊങ്ങി ഇഷ്യൂ ആയി. 2018 അവസ്ഥ അതായിരുന്നു. 2019 ഇത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പ്രളയമാണ്, വെള്ളം പൊങ്ങാൻ പോവാണ്, മാറാൻ പറഞ്ഞാൽ ആ സ്പോട്ടിൽ ആളുകൾ അവിടുന്ന് മാറി. സോ ദർ ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. നമുക്കൊരാളോട് പെട്ടെന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേഡ്. അപ്പോൾ അതൊരു സോഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ആണ് വന്നിട്ടുള്ളത്. മാറി താമസിക്കാനായിട്ട് പറ്റേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവിടുന്ന് ആളുകൾ മാറേണ്ട ആവശ്യമുണ്ട്. അവരവിടെ തന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന എക്കണോമിക് ഡ്രൈവേഴ്സിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ലാർജ് എസ്റ്റേറ്റുകളെ സംബന്ധിച്ച് അവർ തൊഴിലാളികളെ തൊട്ടടുത്ത് തന്നെ താമസിക്കണം. അവർ രാവിലെ എഴുന്നേറ്റ് നേരെ വന്നിട്ട് അവരുടെ ചായത്തോട്ടത്തിൽ പണിയെടുക്കണം. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. വേറെ സ്ഥലത്ത് ജീവിക്കുകയും അവർക്ക് ജോലി ചെയ്യാനുള്ള കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. അങ്ങനെയായിരിക്കും നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരിക. ഈ 2018 PDNA നടന്നു, UNDP നടന്നു, അതുപോലെ തന്നെ 2021 JDNA നടന്നു, നടത്തി. ഇതിനകത്ത് നമ്മൾ കാണാൻ പറ്റിയ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ട്. അതായത് ഈ ട്രൈബൽ ഏരിയസിൽ അഥവാ ഇടുക്കി പോലത്തെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് അവിടുത്തെ മൂപ്പന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മൂപ്പന്മാർക്ക് IMD-യിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഈ കാലാവസ്ഥ നിരീക്ഷിക്കുന്നതിന് പെട്ടെന്ന് തന്നെ അവർക്ക് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റിയിരുന്നു. അപ്പോ ഇതൊരു ചോദ്യമല്ല, ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? ഇത്രയധികം എക്യുപ്മെന്റ്സും പാരാമീറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് ഇവർക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല? നല്ല ചോദ്യം. ഒരു പറയാം. മഴ എപ്പോഴും വരാൻ പോകുന്നത്, മഴ എപ്പോൾ പെയ്യും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു കുട എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യോ പെയ്യില്ലേ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരു കുട എടുത്ത് നമ്മുടെ ബാഗിൽ വെച്ചാൽ വി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. പക്ഷേ ഉറുമ്പുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് മഴ പെയ്യോ ഇല്ലോ എന്നുള്ളത് അവരുടെ ജീവൻ മരണ പ്രശ്നമാണ്. അവർക്കത് അറിഞ്ഞേ പറ്റൂ. കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ ഇതിന് മുകളിൽ. അപ്പോൾ അതുകൊണ്ട് അവരത് അറിഞ്ഞിരിക്കും. ഈ കഴിവ് നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് രാവിലെ ചെന്ന് കയറാൻ നോക്കി. ആ സ്ഥാപനത്തിൽ നിങ്ങൾക്കെതിരൊരു കാര്യമായിട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിലും ഒരാളോട് സംസാരിക്കാൻ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരാളെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. യു വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് ഇറ്റ്. ആ സ്പേസ് ഹോസ്റ്റൈൽ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരാൾ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് നിങ്ങൾ രാവിലെ കയറി ചെല്ലുകയാണ്. അവിടെ നിങ്ങൾക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എ ഫീൽ. അത് ആരും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ കഴിവ് നമുക്കുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മഴയല്ല നമ്മുടെ പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് ജോലി സ്ഥലമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ അവിടെയാണ് നടക്കുന്നത്. ട്രൈബ്സിനെ സംബന്ധിച്ചിട്ട് അവരവിടെയുള്ളത് ഈ ഓരോ പാരാമീറ്റേഴ്സ് അവരെ സംബന്ധിച്ച് ജീവൻ മരണ കാര്യങ്ങളാണ്. അവർക്ക് കാട്ടിൽ നിൽക്കുന്ന വിഭവങ്ങൾ, കാട്ടിലേക്കുള്ള യാത്രകൾ, എവിടെ നിൽക്കും എന്നുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ ദേ നോ ഇറ്റ്. നമുക്ക് ആ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ ഫോക്കസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സിവിലൈസ്ഡ് സ്പേസിനകത്തുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്താണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടില്ല. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് ഇപ്പോഴും പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. നമ്മൾ അവരെ വിളിക്കുക ഇക്കോസിസ്റ്റം പീപ്പിൾ എന്നാണ്.
ആവാസ വ്യവസ്ഥ മനുഷ്യർ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. അതുകൊണ്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. സത്യത്തിൽ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു ഭാഷ പോലും ഇല്ല. സത്യത്തിൽ നമ്മൾ അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ അവർക്കത് പറയാനും അറിയില്ല. അവർക്കത് അതെ, അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അവരൊരു കാരണം ദേ ആർ മച്ച് ക്ലോസർ ടു നേച്ചർ. നമ്മൾ പറയുന്ന പോലെ ശാസ്ത്രീയമായിട്ട് അത് അടയാളപ്പെടുത്തി ഇന്ന ഫാക്ടർ ഇത്രയാണ്, കാറ്റ് ഇത്ര നേരത്തിലടിച്ചു, അല്ലെങ്കിൽ മേഘം ഇങ്ങനെയായിരുന്നു, സീസ് ഓഫ് ടെമ്പറേച്ചർ ഇതായിരുന്നു എന്നുള്ള നിലക്കുള്ള ഒന്നും അല്ലാതെ തന്നെ ദേ ഫീൽ നേച്ചർ. അവരത് അറിയുകയാണ്, പഠിക്കുകയല്ല. അറിയുന്ന സമയത്തുണ്ടാകുന്നൊരു ഒരു ഇൻപുട്ടാണ് അവർക്ക് അത് തരാൻ പറ്റുന്നത്. ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് പോളിസി ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ പലതരം നോളജിനെ കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ആ കാട് ഇവിടെ ആവശ്യമില്ലാത്ത മരങ്ങളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്താണ് ആവശ്യം എന്നുള്ള ആ ഒരു നോളജിൻ്റെ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാർ പല സമയങ്ങളിലായിട്ട് ഈ പലതരം നോളജിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയന്റിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പലതരം അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. പിന്നെ നമുക്ക് ലോക്കൽ നോളജും ട്രഡീഷണൽ നോളജും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള പലതരം നോളജുണ്ട്. ഞാൻ ചോദിക്കുന്നത് വയനാടിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പൊതുവായിട്ട് നമുക്ക് കാലാവസ്ഥ വ്യത്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇനിയാണെങ്കിൽ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് ഈ ഇപ്പോഴുള്ള പോളിസിയൊക്കെ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് പോളിസിയാണ്. എവിഡൻസ് എന്ന് പറയുന്നത് നമ്പേഴ്സാണ് മെയിനായിട്ട്. അതിൻ്റെ പല സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല. സയന്റിസ്റ്റുകളുടെ നോളജാണ് അവിടെ കൂടുതലും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? അതായത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ സയന്റിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ബേസ്ഡ് ഓൺ ദി എവിഡൻസ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ, പിന്നെ പ്ലസ് സയന്റിസ്റ്റ് വേഴ്സസ് ലോക്കൽ ആൻഡ് ട്രഡീഷണൽ നോളജ്, ഈ പലതരം നോളജിന്റെ കോൺഫ്ലിക്റ്റ് പോളിസി മേക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സയന്റിസ്റ്റുകൾക്ക് ഇടയ്ക്ക് തന്നെ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന ഒരു ഉദാഹരണം പറയാം. അതിരപ്പള്ളിയിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ധാരാളം ആളുകൾ വന്ന് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഡാം പണിയണം, അവിടെ പവർ പ്രൊഡക്ഷൻ വേണം എന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ KFRയുടെ അഭിപ്രായം ചോദിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന കേരള ഫോറസ്റ്റ് റിസർച്ചിലുണ്ട്. അപ്പോൾ നമ്മൾ KFRയിലുള്ള പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്, പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്, ഉഭയജീവികളെ കുറിച്ച്, ഉരകങ്ങളെ കുറിച്ച് പഠിക്കുന്ന വ്യത്യസ്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ സജഷൻ എന്തായിരിക്കണം, KFR എന്ന സ്ഥാപനത്തിൻ്റെ നിലപാട് എന്തായിരിക്കണം അതിരപ്പള്ളിയിൽ. അപ്പോൾ ഒരു ഡാം വരികയാണെങ്കിൽ 139 ഹെക്ടർ കാട് മുങ്ങിപ്പോകും. അപ്പോൾ ഈ 139 ഹെക്ടർ കാട് പോകുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ വനത്തെക്കുറിച്ച് പഠിക്കുന്ന സ്ഥാപനത്തോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മളത് റിസോൾവ് ചെയ്യാനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബോട്ടണിയിൽ ഗംഭീരമായിട്ട് ടാക്സോണമിസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അവിടെ അങ്ങനെ എവിടെയും കാണാത്ത സസ്യങ്ങളൊന്നും അവിടെ ഇല്ല, അവിടെയുള്ള സസ്യങ്ങളൊക്കെ എല്ലായിടത്തും കാണുന്ന സസ്യങ്ങളൊക്കെ തന്നെയാണ്, അത് മുങ്ങിപ്പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇതായിരുന്നു ബോട്ടണി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് വന്ന മറുപടി. അപ്പോൾ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞു അല്ലല്ല അത് പ്രശ്നമാവും, കാരണം കേരളത്തിലുള്ള വ്യത്യസ്ത വേഴാമ്പലുകളെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഏക സ്ഥലം അതാണ്. മറ്റു സ്ഥലത്ത് ഇവരെ കാണാം, പക്ഷെ ഇവർ മൂന്നിനും ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലം അവിടെയാണ്. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള റിവറൈൻ ഫോറസ്റ്റ് ആണ്, അത് പുഴയോര കാടുകൾ, ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ഏറ്റവും നല്ല പുഴയോര കാടുകളുള്ളതാണ്. വലിയ മരങ്ങളുണ്ട്, ആ മരങ്ങളിൽ പൊത്തുകളുണ്ട്. അതുകൊണ്ടാണ് ഈ 3 തരം വേഴാമ്പലുകൾക്കും ഒരുമിച്ച് അവിടെ ജീവിക്കാൻ പറ്റുന്നത്. സോ വി ഡിസ്കസ് ഇറ്റ്. നമ്മളിതെല്ലാം ഓൺ ബോർഡ് എടുത്തതിന് ശേഷം ആണ് അവസാനം നമ്മൾ സർക്കാരിനോട് പറഞ്ഞാൽ അവിടെ ഡാം വരുന്നത് അപകടമാവും എന്ന് പറയും. നമ്മൾ ചീത്ത കുട്ടിയായിട്ട് മാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ദിസ് ഇസ് വൺ വേ ഓഫ് റിസോൾവിങ്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ട്രൈബൽ നോളജുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. സത്യത്തിൽ എന്താണ് നമ്മൾ ട്രൈബ്സിനോട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരള ഒരു പക്ഷേ നിങ്ങൾ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ടാവും, കേരള ഈസ് ട്രൈ ടു ബി എ നോളജ് കമ്മ്യൂണിറ്റി, ഒരു ജ്ഞാന സമൂഹമായി മാറും എന്നുള്ളതാണ് കേരളം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാട്. അങ്ങനെ ഒരു ജ്ഞാന സമൂഹമായി മാറണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആദിമ നിവാസികളെ ഓൺ ബോർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം അത്ര അറിവുള്ള മനുഷ്യർ വേറെ കേരളത്തിൽ ആരും ഇല്ല.
ഗംഭീരമായിട്ടുള്ള നോളജ് ബേസ് സൂക്ഷിക്കുന്ന മനുഷ്യനാണ് നിവാസികൾ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള നോളജിൻ്റെ പ്രശ്നം, നമ്മുടെ കയ്യിലുള്ള നോളജിൻ്റെ വലിയൊരു ശതമാനം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള അതേ നോളജിൻ്റെ ഒരു 50% നോളജ് തന്നെയായിരിക്കും എൻ്റെ കയ്യിലുണ്ടാവും. തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടാവും, വലിയ തോതിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. ഒരാളുടെ നോളജ് എന്ന് വെച്ചാൽ ആബ്സൊല്യൂട്ട്ലി യൂണീക്ക് ആയിരിക്കും, അവരുടെ മാത്രമായിരിക്കും. അവരെ കേൾക്കാനായിട്ട് നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല. അവർ സംസാരിക്കാറുമില്ല. കേരളത്തിലെ ടൈംസിൻ്റെ മാത്രമല്ല, ലോകത്ത് മൊത്തത്തിൽ തന്നെ ടൈംസിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരൊരിക്കലും ഭരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരേ അല്ല. അപ്പോൾ എപ്പോഴെങ്കിലും വലിയ തോതിൽ അധികാരം ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം വന്നാൽ ഇവർ പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും. അവർ പോയി അങ്ങനെയാണ് ഇവരെല്ലാവരും കാട്ടിലെത്തിപ്പെട്ടത്. കേരളത്തിൽ ആദിമ നിവാസികളൊക്കെ തുടക്കം പോലെ കാട്ടിൽ ജീവിച്ചിരുന്നവരല്ല, അവർ നാട്ടിൽ ജീവിച്ചിരുന്നവരാണ്. അവരവിടെ എത്തിപ്പെടാൻ കാരണം ഈ അധികാരം വരുന്ന സമയത്ത് അവർ പതുക്കെ അവിടെ നിന്ന് മാറിപ്പോകും. ദേ ഡോണ്ട് വാണ്ട് ടു ബി റൂൾഡ്. നമ്മളും അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ എന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നെ ഭരിക്കൂ എന്നാണ് നമ്മളെ നിലപാട് പൊതുവെ. അവരങ്ങനെയല്ല, അവർ അവിടെ നിന്ന് പതുക്കെ പുറകോട്ട് പോകും. അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ പോലും ഇന്ന് നമുക്ക് നിലവിലില്ല. 2 വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, അവരെ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക. 2, അവരുടെ കുട്ടികളെ മുഴുവൻ നമ്മൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ഹോസ്റ്റൽസിലാണ് വളർത്തുന്നത്. അവർ എപ്പോഴെങ്കിലും ആണ് വീട്ടിൽ പോവുക, വരുമ്പോൾ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല. പിന്നെ മാഷന്മാരുടെ ജോലിയാണ് പോയിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരാറുള്ളത്. എന്നിട്ട് ഇവരെ നന്നാക്കുക എന്നാണ് നമ്മുടെ ഒരു ധാരണ. നിലമ്പൂരൊക്കെ സംഭവിച്ചത്, സ്കൂൾ തുറന്നു, ടൈബർ സ്റ്റുഡൻസ് സ്കൂളിൽ വരാനില്ല. മാഷ അന്വേഷിച്ച് പോയി വീട്ടിൽ അവരെ ഊരിലെത്തിയിട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ 2 കുട്ടികളുണ്ടാവും വീട്ടിൽ. അപ്പോൾ അമ്മ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അത് സ്കൂൾ തുറന്നു, കുട്ടികളെ അയക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. അപ്പോൾ തലേവർഷം സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് 3 മാസം സ്റ്റൈഫൻഡ് ഇവർക്ക് കൊടുത്തില്ല, പൈസ വന്നിടത്ത് കാരണം. അപ്പോൾ അത് പുതിയ സ്കൂൾ തുറന്നിട്ട് കൊടുക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ അമ്മ മാഷോട് പറഞ്ഞു, അതേ ഈ കഴിഞ്ഞ വർഷം പഠിച്ചു കൊടുത്തതിൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് നമ്മൾ വരണമെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് ബേസിക്കലി ഇത് അവരുടെ പോളിസിയാണ്. അവർ കുട്ടികളെ സ്കൂളിൽ വിട്ടുന്നത് മാഷന്മാരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. മാഷന്മാർക്ക് ജീവിക്കാനായിട്ടൊരു അതിന് ബുദ്ധിമുട്ടാവണ്ട, ആയിക്കോട്ടെ എന്നാൽ മക്കൾ പോയിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക, മാഷിൻ്റെ ജോലി പോകണ്ട, ഈ നിലയ്ക്ക് തന്നെയാണ്. അല്ലാതെ ഇതൊരു തരത്തിലും ഭയങ്കരമായിട്ടുള്ള അധിനിവേശമാണ് നമ്മൾ അവരിലേക്ക് നടത്തുന്നത്. മധുവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയണ്ടാവും. നമ്മൾ തല്ല് കൊല്ലുക ചെയ്യും. മധുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ സ്റ്റോറിയാണ് പറയണം. 3 കഥ സമയട്ടോ? ആദ്യത്തെ ഈ കഥ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലേക്ക് എത്തിയ കഥയായിരുന്നു. ആ സിനിമയുടെ പേര് കാതൽ എന്നാണ്, തമിഴ് സിനിമ. ആ കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത് പേര് ഭരതാണ് ആ സിനിമയില്. ഭരത് എന്ന് പറഞ്ഞ ആരാ? ഓക്കെ ഭരതാണ് ആ സിനിമയിൽ അഭിനയിക്കുന്ന. ആ സിനിമയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ നിർമ്മിക്കുന്ന ആ സിനിമയുടെ സംവിധായകൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം യാത്ര ചെയ്ത ഒരാൾ പറഞ്ഞു കൊടുത്ത കഥയാണ് ഈ സിനിമയാക്കുന്നത്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വർക്ക്ഷോപ്പിൽ 2 വീലർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന നായകൻ. അപ്പോൾ +1 +2 ആ ലെവലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതിന് മുന്നിലൂടെയാണ് പോവുക. അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിലാവുന്നു. ആ പെൺകുട്ടി പറയുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പയ്യൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മമാരും ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. പെൺകുട്ടിയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രതാപം ഉള്ള രാഷ്ട്രീയക്കാരൻ്റെ മകളുമാണ്. അപ്പോൾ ഈ പയ്യൻ പറയുന്നുണ്ട് പെൺകുട്ടിയോട്, നടക്കില്ല, നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പക്ഷേ പെൺകുട്ടി സമ്മതിക്കുന്നതേ ഇല്ല. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ള വാശി പിടിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കാനായിട്ട് ആരും വരണമെന്ന് അറിയുമ്പോൾ പെൺകുട്ടി വാശി പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാന്ന് പറഞ്ഞിട്ട് പയ്യൻ പ്രിപ്പയർഡ് അല്ല, പുള്ളിക്ക് ഒന്നും അറിയില്ല. പുള്ളി ഇങ്ങനെ അതിൻ്റെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോവാണ്, പെൺകുട്ടിയുടെ നിർബന്ധം കാരണം കക്ഷി പോവാണ്. അങ്ങനെ ഈ പയ്യനെ ആകെ അറിയുന്നത് പുള്ളിയുടെ ചില സുഹൃത്തുക്കൾ മദ്രാസിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് പോവാണ് ഈ പെൺകുട്ടിയെ കൂട്ടി. അവിടെ എത്തുമ്പോൾ അവർ തന്നെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവർ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇവർക്ക് താമസിക്കാൻ. ഇവരവിടെ നിൽക്കുന്നു. പിറ്റേ ദിവസം രാവിലെ താഴെ പോകുന്നു, ഒരു കോവിലിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു മഞ്ഞ ചരട് കഴുത്തിൽ കെട്ടുന്നു. അങ്ങനെ വിവാഹിതരാകുന്നു. അവിടെ ജോലി അന്വേഷിക്കുന്നു.
ആ സമയത്ത് പക്ഷേ വീട്ടുകാർ മനസ്സിലാക്കി ഇവരിവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവർ വരികയാണ്. ഒരു അമ്മാവ് വന്നിട്ട് പറയണം, നിങ്ങളിതിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും, ഒരു വാക്ക് പറഞ്ഞാൽ പോലെ നമ്മൾ നടത്തി തെറ്റിലെ കല്യാണം, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ വണ്ടി കയറ്റി തിരിച്ചു വരികയാണ്. ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെ വണ്ടി ഗ്രാമത്തിലേക്ക് പോകുന്നതിന് പകരം പതുക്കെ വഴി തെറ്റിയിട്ട് വേറെ ഫാം ഹൗസിലേക്ക് പോവാണ്. അവിടെ എത്തുന്നതോട് കൂടിയിട്ട് ഇവരുടെ സ്വഭാവം മാറുന്നു. ഈ നായകനെ ഗംഭീരമായിട്ട് മർദ്ദിക്കുകയാണ്. മർദ്ദിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിലുള്ള ഈ ചരട് പൊട്ടിച്ച് കളയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവനോട് പറയാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുന്നു. അവസാനം പെൺകുട്ടി ഒരു ഘട്ടത്തിൽ ഇവനെ കൊന്നു കളയുന്നുള്ള പേടിച്ചിട്ട് ഈ പെൺകുട്ടി ഇത് പൊട്ടിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരത് കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇവൻ്റെ തല പിടിച്ചിട്ട് അവിടെ ഒരു സർവേക്കറിലേക്ക് ഒരു ഒറ്റ അടി അടിക്കുന്നത്. അവിടെ വെച്ചിട്ട് സംഭവം അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഒരു ട്രാഫിക് ബ്ലോക്കിൽ സ്കൂട്ടർ നിൽക്കുക. സ്കൂട്ടറിൽ ഭർത്താവ് മുന്നിലിരിക്കുന്നു, ഭാര്യ പുറകിലിരിക്കുന്നു. ലൈറ്റ് പച്ചയായി മാറുമ്പോൾ സ്കൂട്ടർ എടുക്കാൻ നോക്കുമ്പോൾ ഈ ഭാര്യ പതുക്കെ കുഴഞ്ഞ് റോഡിലേക്ക് വീഴുക. വീണ് കഴിഞ്ഞ ആൾ കൂടി എടുത്തു ആസ്പത്രിയിൽ കൊണ്ടുപോയി ബോധം തെളിഞ്ഞപ്പോൾ സ്ത്രീ ചോദിക്കുന്നു, അവൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരെയും ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ആ സ്കൂട്ടറിൻ്റെ ബാക്കിലിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ഭ്രാന്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. മുടിയൊക്കെ ഭയങ്കരമായിട്ട് നീട്ടിയിട്ട് താഴെയൊക്കെ നീണ്ടിട്ട് വളരെ മുഷിഞ്ഞ വേഷത്തിൽ അവൻ്റെ കയ്യിൽ ആ പഴയ മഞ്ഞ ചരടുണ്ടായിരുന്നു. അതിനെ മുറുക്കി പിടിച്ച് നിൽക്കുക. ഇത് കണ്ടിട്ടാണ് ഈ സ്ത്രീ ബോധം കെട്ട് വീഴുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ഈ പയ്യനെ കണ്ടുപിടിക്കുക. പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല. ആകെ ഉള്ളത് ഈ ചരട് വിടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കഥയും പുള്ളിക്ക് ഓർമ്മയില്ല. അതെല്ലാം ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ ആ പുള്ളി ജീവിപ്പിക്കുകയാണ്. ഈ ഭർത്താവ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പുതിയ ഭർത്താവാണ് ഈ കഥ ഈ സംവിധായകനോട് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു സംഭവം നടക്കുന്നു, അതിനുശേഷം അത് സിനിമയാവുന്നു. അതിൻ്റെ എക്സാക്ട് റെപ്ലിക്കായിരുന്നു മധുവിൻ്റെ കാര്യം സംഭവിച്ചത്. മധു പഠിക്കുന്നു, ആ സമയത്ത് ഒരു കോഴ്സിന് അയക്കുന്നു. അവിടെ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാവുന്നു. പുള്ളി സാധാരണ പോലെ ഉള്ള പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. അന്ന് കിട്ടിയ അടിയാണ്. അന്നാണ് മനുഷ്യനെ പുള്ളി പേടിച്ചു പോയത്. അതുകൊണ്ടാണ് മനുഷ്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറി കാട്ടിനകത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. ആ സമയത്ത് വിശന്നിട്ട് തീരെ നിർവഹനാകുമ്പോഴാണ് പുള്ളി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത്. സത്യത്തിൽ അന്ന് പുള്ളി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കേരള സർക്കാർ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ ശരിക്കും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേലാലിമാരി മനുഷ്യൻ്റെ പുറത്ത് കൈവെക്കരുതെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദിമ നിവാസികൾക്ക് മാനസിക ആശുപത്രികൾ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ അവരുമായിട്ട് നമ്മുടെ കണക്റ്റ് ആകുക. ഗംഭീര മനുഷ്യരാണ് അവരൊരിക്കലും. അവരായിട്ട് വന്നിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാരിനോട് അവർ ഒരു കാര്യം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നും സർക്കാർ ധാരാളമായിട്ട് പൈസ അവർക്ക് വേണ്ടി മുടക്കുന്നുണ്ട്. അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഒരു കണക്ട് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയാന്ന് വെച്ചാൽ ദേ നോ ബെസ്റ്റ്. അതുകൊണ്ട് അവരോട് നമുക്ക് സംസാരിക്കാനുള്ള ഭാഷ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അവരായിട്ട് കണക്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതെന്നാണ്. അവരെ പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നേരെ തിരിച്ച് അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. അത് ഗംഭീരമായിട്ടുള്ളൊരു നോളജ് ബേസുള്ള മനുഷ്യരാണ് അവർ. ആ നിലയ്ക്ക് അവരെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഈ കേരളത്തിൽ ഈ സോഷ്യൽ അവിടെ ബേസിക്കലി 5 ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സാർ പറഞ്ഞൊരു കാലാവസ്ഥയെല്ലാം ഇങ്ങനെ മാറി വരുന്നു. അപ്പം ബേസിക്കലി ഇപ്പം മഴ, നമ്മുടെ മെയിൻ പ്രശ്നം വെള്ളവും മഴയാണ്. കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് സംബന്ധിച്ച് അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കൂടി. റോഡ് എഹെഡ് എങ്ങനെയായിരിക്കും അടുത്ത് 2050 വരെ അല്ലെങ്കിൽ ആ ഒരു ഇതുവരെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? എന്തുപോലും കലാമിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്കുള്ള 3 മഴയിൽ നമുക്കത് കാണാൻ പറ്റുമോ? അതൊരു ചോദ്യം. രണ്ടാമത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീതികരമായിട്ടുള്ള സംഭവമാണ് പുറത്തേക്ക് ഞങ്ങൾ സാറിന്റെ ഒരു ഗ്ലാസിന് പുറത്തു നിന്ന് ഞങ്ങൾക്ക് വരുന്ന ഒരു ഇടുക്കി ഡാമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ആർക്കൊരു സംഭവം നമ്മളിപ്പോ അപ്പൊ അതേ ഇത് എത്രത്തോളം അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരിക്കും? അതിനെ എങ്ങനെയായിരിക്കും? അതെങ്ങനെയായിരിക്കും ഇവോൾവ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും
ചെയ്യാൻ സാധനങ്ങൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് എന്തൊക്കെയായിരുന്നു നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഫോർകാസ്റ്റ്. ഓക്കെ, ബേസിക്കലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഈ മാറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളത്. നമുക്ക് വലിയ തോതിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നൗകാസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ പറയാം, നാളത്തെ കാര്യം എനിക്കറിയില്ല, നാളെ പറയാം എന്നുള്ള നിലയ്ക്ക് ഫോർകാസ്റ്റ് സംവിധാനങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2050 വരെ നമുക്ക് കാഴ്ച എത്തുന്നതായിട്ട് വി ഡോണ്ട് ഹാവ് എനി ക്ലൂ ഓൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും നേറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് ഏറ്റവും ഹെൽത്തി ആയിട്ട് വെക്കുക. നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര സിവിയർ ആവുന്നുള്ളത് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ദ ഓൺലി ട്രിക്ക് ഈസ് ടു ബി അവർസെൽസ് ഹെൽത്തി. അത് ചെയ്യാനുള്ളൂ. രണ്ടാമത്തെ കാര്യം മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൽ സംഭവിച്ചൊരു കാര്യം വെച്ചാൽ ഇത് ബേസിക്കലി ഗ്രാവിറ്റി ഡാമാണ്. അതിൻ്റെ വെയിറ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം. ഇടുക്ക് ഡാം പോലെയല്ല, ഒരു സ്ട്രക്ചറല്ല. ഇത് നല്ല ഭാരമുള്ളൊരു സാധനം. താഴെ നല്ല വീതി, മുകളിലേക്ക് ഇങ്ങനെ പുറത്ത് വരുന്ന, അതിനകത്ത് ധാരാളം മെറ്റീരിയൽസ് ഇട്ടിട്ട് ഹെവി ആയിട്ടുള്ളൊരു സാധനം അവിടെ നിർത്തിയേക്കാം. അങ്ങനെയാണ് നമ്മൾ വെള്ളത്തെ ബ്ലോക്ക് ചെയ്തിരുന്നത്. ഇതുണ്ടാക്കുന്ന സമയത്ത് പഴയ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, സുർക്കയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ തമിഴ്നാട് സർക്കാരാണ് അത് മാനേജ് ചെയ്യുന്നത്. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അവർ മുകളിൽ ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കി സ്റ്റീൽ പൈപ്പ്സ്, സ്റ്റീൽ റോഡ്സ് കൃത്യമായിട്ടുള്ള അകലത്തിലിട്ടിട്ട് അതിനകത്തൂടെ കോൺക്രീറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ മുല്ലപ്പെരിയാർ ഡാം അല്ല ഇപ്പോൾ ഉള്ളത്. ഇതാണ് തമിഴ്നാടിൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരു പ്രശ്നമില്ല, ഡാമിനൊന്നും സംഭവിക്കുമ്പോൾ തമിഴ്നാട് ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണമാണ്. പിന്നെ കേരളം എന്തുകൊണ്ടാണ് ഇത് പൊളിപ്പെട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിന് അതിന് മുകളിൽ റൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് പൊട്ടും എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പുതിയ ഡാം പണിയുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയ കരാറാവാം. കേരള വിൽ ഓൾസോ ഹാവ് എ സ്റ്റേക്ക് ഇൻ ദ ഹോൾ പ്രോസസ്. അതാണ് കേരളത്തിൻ്റെ ഒരു താല്പര്യം. പക്ഷേ ആസ് പെർ ദ റീഇൻഫോഴ്സ്മെന്റ് വിച്ച് ഹസ് ഹാപ്പൻ ദർ ഇസ് നോ ഇമ്മീഡിയറ്റ് ത്രെറ്റ്. ഇതാണ് അവസ്ഥ. ഞാൻ ചോദിച്ചത് ഈ സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരന്തരമായി കേരളത്തിന്റെ പൊളിറ്റിക്കൽ സമൂഹവുമായി സംവദിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു വിജയമാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഈ പറയുന്ന സംവാദങ്ങൾ പിന്നീട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പിന്നീട് വന്നിരുന്ന ആളുകൾക്കോ ആ ഒരു ഹെൽത്തിയായ ഒരു ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കാരണം പലപ്പോഴും ആ ഒരു സംവാദങ്ങൾ പിന്നീട് പോയത് അതിന്റെ എതിർപക്ഷത്ത് നിന്നിരുന്ന ആളുകളെ ചാരന്മാരെന്ന് വരെ ബ്രാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോയി. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഈ സാഹിത്യകാരന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ വിജയൻ മാഷോടൊപ്പം നിന്നിരുന്ന, വിജയൻ മാഷ് കണ്ടിരുന്ന അതേ ഒരു പെർസ്പെക്റ്റീവിനകത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് സാധിച്ചു എന്ന് തന്നോട് തോന്നുന്നു? ഇല്ല, സാധിച്ചിട്ടില്ല. ആൻഡ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി റിസ്കി പൊസിഷൻ. ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് അസാമാന്യമായിട്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്നൊരു കാര്യം ആ സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത്. അതിനേക്കാൾ എന്ത് എളുപ്പമാണ് സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. അവാർഡൊക്കെ കിട്ടും, നല്ല പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ റിസ്ക് എടുക്കാനായിട്ട് ദർ ആർ നോട്ട് മെനി പീപ്പിൾ ഹു ക്യാൻ ഡു ദാറ്റ്. ഇപ്പം പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്താ വെച്ചാൽ പ്രൊഫസർ എം വിജയൻ മുന്നോട്ട് വെച്ചൊരു നിലപാടിൻ്റെ ഒരു ലീനേജ് ഉണ്ട്. അതൊരു കണ്ടിന്യൂറ്റിൻ്റെ, അത് ഒറ്റപ്പെട്ട ഒരു സാധനമായിട്ടല്ല ഞാൻ കാണുന്നത്. അതിനൊരു ഒരു ലീനേജ് ഉണ്ട്. ആ ലീനേജ് ഒരുപക്ഷെ കേരളത്തിൽ തുടങ്ങുന്ന നാരായണ ഗുരുവിൻ്റെ അടുത്തുനിന്നാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില നിലപാടുകൾ മുതലേ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ അയ്യങ്കാളി മുന്നോട്ട് വയ്ക്കുന്ന സാധനം ഒരു സമൂഹം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ജോലി അലമ്പുണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ ജോലി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രശ്നം ഉണ്ടാക്കി ഇതിനടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുന്ന സാധനത്തോട് മുഴുവൻ ഞാൻ സന്ധിയില്ലാതെ സമരം ചെയ്യാൻ പോവാണ് എന്നൊക്കെ നിലപാടെടുക്കുന്ന തരത്തിലുള്ള നാരായണ ഗുരുവിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹവും അയ്യങ്കാളെ പോലുള്ള അദ്ദേഹവും. അതിനുശേഷം നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീ എം വിജയനുണ്ട്, കുഞ്ഞാമനുണ്ട്. കുഞ്ഞാമൻ പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കും, കുഞ്ഞാമന് ഗംഭീരമായിട്ടുള്ള പൊസിഷൻസൊക്കെ കിട്ടാമായിരുന്നൊരു കക്ഷിയാണ്. അത്ര നല്ലൊരു തൃഷ്ണാശാലി കേരളത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ അതൊന്നും അത് വന്നിട്ടില്ല. സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിട്ടുണ്ട്, രാമകൃഷ്ണപിള്ള ഉണ്ടായിട്ടുണ്ട്, ആദ്യകാലത്ത് AKG ഉണ്ടായിട്ടുണ്ട്. നേരെ സമയത്തേക്ക് കിടക്കുകയാണ്. യാത്ര ചെയ്ത് പോകുന്നു, ബസ്സിലിരിക്കുന്നു, നോക്കുമ്പോൾ താഴെ പ്രശ്നം നടക്കുന്നു, നേരെ ഇറങ്ങി വരുന്നു, അവിടെ ഇരുന്ന് സമരം തുടങ്ങും. എന്നിട്ട് പിന്നെ അല്ലാതെ കമ്മിറ്റി കൂടിയിട്ട് ഈ സമരം തുടങ്ങണോ വേണോ ചർച്ച ചെയ്ത് അതങ്ങോട്ട് പോകണം ആ പരിപാടിയൊന്നും ഇല്ല. നേരെ ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുന്ന കക്ഷിയാണ്.
വയനാട്ടിൽ നമുക്ക് വർഗീസ് ഉണ്ടായിരുന്നു, ബഷീർ ബഷീറിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ സ്കീമിൽ വരുന്ന ഇപ്പം KJ ബേബി ഉണ്ടായിരുന്നു വയനാട്. അവരെല്ലാവരും ഈ ലീനേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി അറൗണ്ട്. അത് മാറണം, അത് അടുത്ത ലെവലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇപ്പം അങ്ങനെ ആരുണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്പിൽ ജോൺ അബ്രഹാം ഉണ്ടായിരുന്നു, ദേവിക ഒരു പക്ഷേ സീരിയസ് ദേവിക അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാവരും നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നും പോലും ഇവർക്ക് ഈ ആശയം കൊണ്ട് മാത്രം അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടായ മനുഷ്യരാണ്. അവർക്ക് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് അവരർഹിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ ടേക്കേഴ്സ് അതിനകത്ത് ഉണ്ടാവില്ല. അതിന് പകരം വേറെ ഒത്തിരി ആളുകളുണ്ട് മറ്റൊരു ക്യാമ്പിൽ നിന്നുകൊണ്ട് വളരെ ഏറ്റവും കംഫർട്ടബിളായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊഫസർ MM വിജയൻ ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ എന്ന നിലക്കല്ല, ഒരു ലീനേജ് ഉണ്ട്. പക്ഷേ എങ്കിലും ആ തുടക്കത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു, പക്ഷേ പിന്നീട് വളരെ നേർത്ത് വരുന്ന പക്ഷെ എങ്കിലും നിലനിൽക്കുന്ന ഒരു വലിയൊരു ചങ്ങലയിലെ ഒരു കണ്ണയായിട്ട് അദ്ദേഹത്തെ കാണാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോഴും കുറച്ചെങ്കിലും മനുഷ്യർ അവിടെ നിൽക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ നിലനിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഈ കാലാവസ്ഥ എന്ന് പറയുന്ന വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ പ്രശ്നങ്ങളെ എത്രത്തോളം നമുക്കത് ഇതപ്പോൾ താങ്കൾ തന്നെ നേരത്തെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞായറാഴ്ച പള്ളിയിൽ വന്ന് തലകറങ്ങി വീണ ഫ്രാൻസിലത്തെ ആളെ പോലെ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് ആൾ വന്നു പള്ളിയിൽ തലകറങ്ങി വീണെന്ന് പറയും. അപ്പോൾ ഫ്രാൻസിൽ തന്നെ മതങ്ങൾ ഇല്ലാതായിട്ടുള്ളത് വില്ലറ്റ് വെച്ച് പള്ളിയിലുള്ള ആളുകളെ കൊന്ന് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് പാർട്ടി വെച്ചാൽ ആന്റി കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് കമ്മ്യൂണിസ്റ്റുകളല്ല അത് നടത്തിയത് എന്നുള്ളത് കൊണ്ട് അത് എന്താണ് പോസ്റ്റർ ഒട്ടിച്ച് കാണിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോ അത്തരത്തില് അല്ലാതെ ഈ പള്ളിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നിന്ന് ഇത് താഴത്തേക്ക് പ്രശ്നം പരിഹരിച്ചു വരികയാണോ അതോ ഇവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരെ അതായത് ഞാൻ നന്നാവുക, വീട് നന്നാവുക, ഗ്രാമം നന്നാവുക, ലോകം നന്നാവുക എന്നുള്ളതാണോ അതോ അതിന് നേരെ തിരിച്ചാണോ താങ്കൾ ഈ പ്രശ്നത്തെ നോക്കി കാണുന്നത്? ആ പ്രൊഫസർ MM വിജയൻ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞൊരു ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല മനുഷ്യനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും നല്ല മനുഷ്യരായിട്ട് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങളുടെ രാജ്യം നല്ല രാജ്യം ആവണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വേറൊരു പ്രോസസ്സാണ്. പണ്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്ന ആളുകളുടെ ഒരു ധാരണ അതാണ്, ഞാൻ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ സ്വയം പരിഹരിക്കപ്പെടും. അങ്ങനെ പരിഹരിക്കപ്പെടില്ല. കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. അത് കഴിയുന്നത്ര ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അത് കഴിയുന്നത്ര അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സോൾവ് ആവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ സബ്വേഴ്സീവായിട്ട് ഉള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സാധാരണ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കൗണ്ടർ നറേറ്റീവ് ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാവുള്ളൂ. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാൻഡ് നറേറ്റീവ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് നറേറ്റീവാണ്. അത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് സൈക്കിളിലാണ് പോകുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ വിട്ടിട്ട് ഞാൻ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ പറയാം ഞാൻ മിടുക്കനായി എന്നാണ്. അപ്പം ഞാൻ സൈക്കിളിൽ നിന്ന് സ്കൂട്ടറിലേക്ക് മാറും. സ്കൂട്ടർ വിട്ടിട്ട് ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചാലോ ഞാൻ കുറച്ചും കൂടി മിടുക്കനാവും. ഇനി ബൈക്ക് സാധാരണ ബൈക്കിന് പകരം ഞാൻ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചാൽ ഞാൻ കുറച്ചും കൂടി മിടുക്കനാവും. ഇനി ബുള്ളറ്റ് വിട്ടിട്ട് ഞാൻ ഒരു കാറ് വാങ്ങിച്ചാലോ ഞാൻ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാവും. ഇനി സാധാരണ മാരുതി 800 വിറ്റിട്ട് ഞാനൊരു ഓഡിയൊക്കെ വാങ്ങിച്ചാലോ ഒരു ബെൻസ് വാങ്ങിച്ചാലോ ഐ ബി ട്രീറ്റഡ് ആസ് എ സക്സസ്ഫുൾ പേഴ്സൺ. പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ട് ഞാൻ പഴയ ആൾ തന്നെയാണ്. ആകെ സംഭവിച്ചത് ഞാൻ കത്തിക്കുന്ന ഫോസിൽ ഫ്യൂലിൻ്റെ അളവ് കൂടി എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ സക്സസ് എന്നുള്ളത് അതുമായിട്ട് ലിങ്ക് ചെയ്ത മനുഷ്യർ വായിക്കുക. അപ്പോൾ ഏതൊരു മനുഷ്യനും സക്സസ്ഫുൾ ആവാനായിട്ട് ശ്രമിക്കുന്ന പ്രോസസ്സ് അവൻ കത്തിക്കുന്ന കാർബണിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടാണ് സക്സസ്ഫുൾ ആവാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കാർബൺ ഫുട്പ്രിൻ്റ് ഉണ്ട്.
നമ്മളൊരു ദിവസം കത്തിക്കുന്ന കാർബണിൻ്റെ അളവാണ് എൻ്റെ കാർബൺ ഫുട് പ്രിൻറ്റ്. അത് നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഫുട് പ്രിൻറ്റ് ഉള്ളത് അമേരിക്കക്കാർക്കാണ്, ഏറ്റവും ഹയസ്റ്റ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഏറ്റവും താഴ്ന്ന കാർബൺ ഫുട് പ്രിൻറ്റ് ഉള്ളത് ഇപ്പോഴും നമ്മുടെ കാടുകളിൽ ജീവിക്കുന്ന ആദിമ നിവാസികൾക്കാണ്. ഏറ്റവും ലോവസ്റ്റ് കാർബൺ ഫുട് പ്രിൻറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ മുകളിലേക്ക് നമ്മളൊരു ലാഡർ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ കാർബൺ ഫുട് പ്രിൻറ്റ് ഒരു ട്രൈബിൻ്റെ അത്ര ചെറുതല്ല, ഒരു അമേരിക്കക്കാരൻ്റെ അത്ര കൂടുതലുമല്ല. ഇനി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ ശ്രമിക്കണം എന്നറിയാം? നമ്മൾ ശ്രമിക്കുന്നത് തൊട്ട് മുകളിലേക്ക് കയറാനാണ്. അതിനാണ് നമ്മൾ സക്സസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ മുകളിൽ നിൽക്കുന്നവർ എന്താ പറയുക? അവർ നമ്മളെ സന്തോഷമായിട്ട് പിടിച്ച് മുകളിലേക്ക് കയറ്റുകയാണോ ചെയ്യുക? അല്ല, അവരോട് നമ്മളോട് അവിടെ നിന്നോളം പറയും. ഇത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പറയട്ടെ, ഇന്ത്യയിലെ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റം ലോക സാമ്പത്തിക ക്രമത്തെ ദോഷകരമായി ബാധിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ഈ വാർത്ത വായിച്ചിട്ട് ഞാൻ അതിന് പുറകെ അന്വേഷിച്ചു പോയി. അപ്പോൾ എൻ്റെ ബേസിക് സംശയമായിരുന്നു, നമ്മളെന്താ കഴിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് പോലും അന്വേഷിക്കാത്തത്. അപ്പോൾ ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് എന്തിന് ഇത്ര ബേജാറാവണമെന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്ന മലയാളിയെ കുറിച്ചിട്ടല്ല. അദ്ദേഹം പറഞ്ഞത് വടക്കേ ഇന്ത്യയിലുള്ള ദിവസത്തിൽ 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന, അതും റൊട്ടിയും സവാളയും മാത്രം കഴിക്കുന്ന മനുഷ്യർ അതിൽ നിന്ന് മാറി മാംസാഹാരത്തിലേക്ക് മാറിയാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് താങ്ങാനായിട്ട് ഭൂമിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് അമേരിക്ക പറഞ്ഞത്. കാരണം അമേരിക്കയുടെ നിലപാടെന്ന് വെച്ചാൽ ഞങ്ങളുടെ മനുഷ്യർ ഈ ലെവലിലാണ് ജീവിക്കുന്നത്, അതിനകത്ത് ഒരു ഇത്തിരി പോലും കുറയ്ക്കാൻ നമ്മൾ താല്പര്യമില്ല. പിന്നെ ഈ ഭൂമിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പുതിയ ആളുകൾ വരാതെ നോക്കുക, ഇതാണ് അമേരിക്കൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പിലേക്ക് പോകുന്നു, മുകളിൽ നിൽക്കുന്നതിൽ നമ്മളോട് കയറി വരണ്ട എന്ന് പറയുകയും ചെയ്യും. ഇതേ കാര്യം നമ്മൾ താഴെയുള്ള മനുഷ്യരോട് പറയും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ നാടുകളിലെ ഏറ്റവും താഴെ ഏറ്റവും കുറച്ച് കാർബൺ ഫുട് പ്രിന്റുള്ള ആദിവാസികൾ വന്നിട്ട് നമ്മൾ പറയണം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം ജീവിക്കാൻ, നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു ചെയ്താൽ നമ്മൾ അവരെ വെടിവെച്ചൊക്കെ പോലും മുത്തകേന്ദ്രം നമ്മളത് ചെയ്തിട്ടുണ്ട്, കൊന്നോളെ. ഇതാണ് പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം. റിസോഴ്സ് ഡിഫൈൻഡ് ആണ്. അത് അതിൻ്റെ ഏറിയ പങ്കെടുക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്, അത് കിട്ടാത്ത വേറെ ഒത്തിരി മനുഷ്യരുണ്ട്. ഈ ഒരു കണ്ടസ്റ്റഡ് ടെറൈനിലാണ് നമുക്ക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻവയോൺമെൻറ്റലിസം എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് കാര്യമല്ല, അത് ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ്. ഓക്കെ.